ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്താണ് എന്നുള്ളത് ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഓക്കെ. ആക്ച്വലി ഇതിപ്പം PDF മെയിലിൽ നിന്ന് അറ്റൻഡ് ചെയ്തിരിക്കുന്നതായതുകൊണ്ട് ഇതിൽ കൂടുതൽ ഇനി ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഓക്കെ ആവുന്നുണ്ടോന്നേ. ഇപ്പൊ ഓക്കെ ആയോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് വരികയാണ്. നമുക്ക് ഒരുപാട് തിയറീസ് പഠിക്കാനുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, ഹ്യൂമൻ റിലേഷൻസ് തിയറി, അതുപോലെ ബിഹേവിയറൽ തിയറി, അങ്ങനെ പറഞ്ഞ് ധാരാളം തിയറീസ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറഞ്ഞിട്ടൊരു തിയറിയാണ്. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ തിയറി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്നുള്ളത്. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയുടെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് FW ടൈലറിനെയാണ്. അതോ മറക്കാതെ ഓർത്ത് വെക്കുക. കാരണം ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് ലൂയിസ് ബ്രാൻഡിസ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആണ് 1910. എന്നാൽ സയന്റിഫിക് മാനേജ്മെന്റ് ക്ലിയർ ആയോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ആണോ? അതല്ല, ഇപ്പോൾ ക്ലിയർ ആയോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഓക്കെ, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഫസ്റ്റ് ഫേസിലുള്ള തിയറീസിൽ ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയുടെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് FW ടൈലറിനെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമല്ല, അത് ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് ലൂയിസ് ബ്രാൻഡീസ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആണ്. 1910 ആണ് അത്തരത്തിലൊരു ടേം കോയിൻ ചെയ്യുന്നത്. എന്നാൽ
സയന്റിഫിക് മാനേജ്മെന്റിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഡബ്ല്യു ടൈലർ ആണ്. അതുകൊണ്ട് തന്നെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് FW ടൈലർ ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളത്. ഇപ്പോഴും ബ്രേക്ക് ആണോ? ഒരു സെക്കൻഡേ. ക്ലിയർ ആയോ? ഇപ്പൊ സ്ക്രീൻ വിസിബിൾ ആയോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആയോ? ഇപ്പൊ സ്ക്രീൻ വിസിബിൾ അല്ലേ? കാണാലോ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ. നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ഒരു ആദ്യത്തെ തിയറിയുടെ സെറ്റിൽ പെടുത്താവുന്ന ഒരു തിയറിയാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന ടേം കോയിൻ ചെയ്തിരിക്കുന്നത് ലൂയിസ് ബ്രാൻഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആണ്. അത് 1910 ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് FW ടൈലർ ആണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്നറിയപ്പെടുന്നത് FW ടൈലർ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
സോ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയെ നമ്മൾ ബേസിക്കലി വിളിക്കുന്നത് ടൈലറിസം എന്നാണ്. കാരണം സയന്റിഫിക് മാനേജ്മെന്റ് തിയറിക്ക് വ്യക്തമായിട്ട്, അതായത് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ FW ടൈലറിനാണ് സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയെ നമ്മൾ ടൈലറിസം എന്ന് വിളിക്കുന്നു. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈലർ ഒരു സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവരുന്നു. ആ സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലേക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്യൂട്ട് ആകുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇപ്പം നമുക്കൊരു ഹോമിലാവട്ടെ, ചർച്ചിലായിക്കോട്ടെ, NGOസിലായിക്കോട്ടെ, സ്കൂൾസിലായിക്കോട്ടെ, യൂണിവേഴ്സിറ്റീസിലായിക്കോട്ടെ, അങ്ങനെ ഏതൊരു ഗവൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിനും സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള ഒരു കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയുടെ ബേസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഗോൾ ആയിട്ട് അറിയപ്പെടുന്നത് എഫിഷ്യൻസിയും പ്രൊഡക്ഷനും കൂട്ടുക എന്നുള്ളതാണ്. അതായത് എത്രയും നന്നായിട്ട് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയുടെ ഗോൾ ആയിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത് ടൈലറിസം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ടേം കോയിൻ ചെയ്തത് ലൂയിസ് ബ്രാൻഡീസ് ആണ്. എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ സയന്റിഫിക് മാനേജ്മെന്റിന് കൊടുത്തത് FW ടൈലർ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനിലേക്കും ആപ്ലിക്കബിൾ ആകുന്ന ലോസ്, റൂൾസ്, പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. എഫിഷ്യൻസി, പ്രൊഡക്ഷൻ എന്നിവ കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി പറയുന്നത് ഈ FW ടൈലർ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതാണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയും. അതായത് ഒരു മാനേജ്മെന്റിന്റെ വർക്കേഴ്സിന്റെ ആറ്റിറ്റ്യൂഡിലുള്ള ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് വർക്കേഴ്സിനോട് അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതും മാനേജ്മെന്റ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതും, അതിനു വേണ്ടിയിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡിൽ കൊണ്ടുവരാവുന്ന ചേഞ്ചിനെയാണ് അദ്ദേഹം മെന്റൽ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള വർക്കേഴ്സിലും മാനേജ്മെന്റിനും അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ആറ്റിറ്റ്യൂഡിൽ കൊണ്ടുവരാവുന്ന ചേഞ്ചിനെയാണ് അദ്ദേഹം മെന്റൽ റെവല്യൂഷൻ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ചോദിക്കാം, ദ കോൺസെപ്റ്റ് ഓഫ് മെന്റൽ റെവല്യൂഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ FW ടൈലർ. ക്ലിയർ ആയോ? അങ്ങനെയാണ് ചോദിക്കുക. എന്താണ് മെന്റൽ റെവല്യൂഷൻ എന്ന് ചോദിക്കില്ല. മെന്റൽ റെവല്യൂഷൻ എന്ന ടേം കൊണ്ടുവന്നത് ആരാണ് എന്നാണ് ചോദിക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി സയന്റിഫിക് മാനേജ്മെന്റിന് 4 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണുള്ളത്. നോർമലി നമ്മളോട് ചോദിക്കുക ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്സ് ലോക്കിൽ ചെയ്തിരിക്കുന്ന ഈ വേർഡ്സുകളായിരിക്കും. ഏതൊക്കെയാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ 4 പ്രിൻസിപ്പിൾസ് എന്നാണ് ചോദിക്കുക. ഒന്നാമതായിട്ട് പറയുന്നത് സയൻസ്, രണ്ടാമത്തേത് ട്രെയിനിങ്, മൂന്നാമത്തേത് കോപ്പറേഷൻ, നാലാമത്തേത് ഡിവിഷൻ ഓഫ് വർക്ക്. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് പറയുന്നത് സയൻസ് ആണ്. സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പൊ അതിനൊരു ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറച്ച് ഫാക്ടേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് അവർക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ അവിടെ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള റിവാർഡുകൾ നൽകുക. അങ്ങനെയുള്ള ബേസിക് ആയിട്ട് ഒരു വ്യക്തിയെ നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ഹയർ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനെയാണ് സയൻസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ
വ്യക്തിയുടെയും വർക്കിന് ആവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് കൃത്യമായ രീതിയിൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നൽകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അതിനു വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് കോഓപ്പറേഷൻ ആണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും അവിടെയുള്ള വർക്കേഴ്സും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടായെങ്കിൽ, ഇല്ലെങ്കിൽ എന്താണ്, അവർ തമ്മിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കത്തുള്ളൂ. സോ അത്തരത്തിൽ ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ശത്രുക്കളായിട്ടില്ലെങ്കിൽ അവർ തമ്മിൽ നല്ല രീതിയിലുള്ള സഹകരണം ഇല്ല എങ്കിൽ ഇപ്പൊ തൊഴിലാളി സമരങ്ങൾ, അതുപോലെ തന്നെ ജോലിയിലുള്ള ഇറസ്പോൺസിബിലിറ്റി, എഫിഷ്യൻസി ഇല്ലായ്മ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അത് കാരണമാകും. നാലാമതായിട്ട് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ട് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് ബേർഡൻ കുറച്ചിട്ട് എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ള വർക്കും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 4 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് FW ടൈലർ പറയുന്നത്. സയൻസ്, ട്രെയിനിങ്, കോഓപ്പറേഷൻ, ഡിവിഷൻ ഓഫ് വർക്ക്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? ഓക്കെ. ഇനി ഈ നോട്ടില് ടൈലേഴ്സ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇത് പൊതുവെ എക്സാമിന് ചോദിക്കാറില്ല. ഇൻ കേസ് ചോദിച്ചാൽ നിങ്ങൾ ഒന്ന് വായിച്ച് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും എന്നുള്ളത് കൊണ്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ്, അതായത് ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കേണ്ട ടെക്നിക്സുകൾ എന്തൊക്കെയാണ്, ഇല്ലെങ്കിൽ അവിടെ ടൈലറിന്റെ ഒപ്പീനിയനിൽ ഏതൊക്കെ ടെക്നിക്സുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയും. അതായത് ഒരു വർക്ക് 8 ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് സൂപ്പർവൈസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തന്നെ ഒരു വർക്ക് ചെയ്യും, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് ഓർഗനൈസേഷനിലോ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പിൽ ആളുകൾ ഉണ്ടാവും. അത്തരത്തില് ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി ചെയ്യുന്ന വർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി 8 ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് FW ടൈലർ പറയുന്നത്. അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും ടോപ്പിലായിട്ട് ഫാക്ടറി മാനേജർ, ദെൻ അതിന് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ താഴെ പ്ലാനിംഗ് ഓഫീസർ, പ്രൊഡക്ഷൻ ഓഫീസർ എന്നിങ്ങനെ 2 പോസ്റ്റുകൾ ഉണ്ടാകും. ഈ പ്ലാനിംഗ് ഓഫീസറിന്റെ കീഴെയായിട്ട് 4 ക്ലർക്കുമാരുണ്ടാകും. അതായത് അവരുടെ പ്ലാനിങ്ങിന്റെ രീതിയിൽ, പ്ലാനിങ്ങിന്റെ ലെവലിൽ ആ കാര്യങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 ക്ലർക്കുമാരുണ്ടാകും. ഒന്നാമത്തേത് റൂട്ട് ക്ലർക്ക്, രണ്ടാമത്തേത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, മൂന്നാമത്തേത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, നാലാമത്തേത് ഡിസിപ്ലിൻ ഓഫീസർ. അങ്ങനെ പ്ലാനിംഗ് ഓഫീസറിന്റെ അണ്ടറിൽ 4 ആളുകളാണുള്ളത്. റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിൻ ഓഫീസർ. ഇനി രണ്ടാമത്തേത് പ്രൊഡക്ഷൻ ഓഫീസർ ആണ്. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ പ്ലാനിങ്ങും ഉണ്ടാവും, അതിന്റെ വർക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ വർക്കിന്റെ ഹെഡ് ആയിട്ട് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫീസർ ആണ്. ഇദ്ദേഹത്തിന്റെ താഴെ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 പേരുണ്ട്. ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഇങ്ങനെ 4 ആളുകളാകും പ്രൊഡക്ഷൻ ഓഫീസറിന്റെ അണ്ടറിലുള്ളത്. ആൻഡ് ഇവരെ എല്ലാവരും ഇവരോട് എല്ലാവരോടും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നവരായിരിക്കും വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഫാക്ടറി ആണെങ്കിൽ ഫാക്ടറിയിലെ ഏറ്റവും വർക്കേഴ്സ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ ഓഫീസറിന്റെ അണ്ടറിലുള്ളവരോടും പ്ലാനിംഗ് ഓഫീസറിന്റെ അണ്ടറിലുള്ളവരോടും റെസ്പോൺസിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇവരോടെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടായിരിക്കും നിലനിൽക്കുക. ക്ലിയർ ആയോ?
ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതൊക്കെ എന്താണെന്നൊന്നും പഠിക്കേണ്ട. ആരൊക്കെയാണ് 2 പ്രധാനപ്പെട്ട ഓഫീസേഴ്സ്, അവരുടെ അണ്ടറിൽ വരുന്നവർ ആരൊക്കെയാണ് എന്ന് പഠിക്കണം. പ്ലാനിംഗ് ഓഫീസേഴ്സിന്റെ അണ്ടറിൽ വരുന്നത്, അതായത് കൂട്ടത്തിൽ പെടാത്തത് എന്നുള്ള രീതിയിൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഈ ഒരു 4 പ്ലാനിംഗ് ഓഫീസറിന്റെ അണ്ടറിലുള്ള 4 പേരുടെ പേരും പ്രൊഡക്ഷൻ ഓഫീസറിന്റെ അണ്ടറിലുള്ള 4 പേരുടെ പേരും പഠിക്കുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമതായിട്ട് പറയുന്നത് മോഷൻ സ്റ്റഡി ആണ്. ഈ മോഷൻ സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന സമയത്ത് വർക്കേഴ്സ് നടത്തുന്ന മൂവ്മെന്റ്സുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യണമെങ്കിൽ അവർ എത്ര സമയം ലെഷറിന് വേണ്ടി കളയുന്നു, ഇല്ലെങ്കിൽ അവർ ലെഷറിന് വേണ്ടിയിട്ട് സമയം കളയുന്നുണ്ടോ, അവർ കൃത്യമായിട്ടുള്ള ജോലികൾ കറക്റ്റ് ആയിട്ടുള്ള ടൈമിലാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് മോഷൻ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്സർവേഷൻ ഓഫ് ഓൾ മോഷൻസ് കംപ്രൈസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ജോബ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ബെസ്റ്റ് സെറ്റ് ഓഫ് മോഷൻസ് എന്നുള്ളതാണ്. ഒരു ജോലി കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ടുള്ള മൂവ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, കൃത്യമായിട്ട് ഫയല് ടോപ്പ് അതോറിറ്റീസിന്റെ അടുത്തേക്ക് എത്തിക്കുക, ആ ഫയലിനനുസരിച്ചിട്ട് അവര് ആക്ഷൻ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മോഷൻ സ്റ്റഡിയിൽ വരുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ടൈം സ്റ്റഡി ആണ്. ടൈം സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിനെയാണ് ടൈം സ്റ്റഡി എന്ന് പറയുക. അതായത് ഒരു വർക്ക് ചെയ്യാൻ ഇപ്പൊ 2 hours ആണോ, അതോ 3 hours ആണോ, ഇനി 1 day ആണോ, അതോ 1 week ആണോ, അങ്ങനെ ആ വർക്കിന്റെ നേച്ചർ അനുസരിച്ചിട്ട് എത്ര സമയം ഒരു വർക്ക് കംപ്ലീറ്റ് ആകാൻ എടുക്കുന്നു എന്നുള്ളതാണ് ടൈം സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മോഷൻ സ്റ്റഡിയും ടൈം സ്റ്റഡിയും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഈ ഡെഫിനിഷൻസ് ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, ഓരോന്നും എന്താണ്. പിന്നെ ഈ കീ പോയിന്റ്സുകൾ മാത്രം പഠിച്ചു വെക്കുക. ക്ലിയർ ആണോ? ബാക്കിയിലേക്ക് പോകാവോ? കണ്ടിന്യൂ ചെയ്യട്ടെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് പീസ് റേറ്റ് സിസ്റ്റം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ടൈം സ്റ്റഡിയും മോഷൻ സ്റ്റഡിയും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ് എന്നുള്ളതാണ് ഡിഫറൻഷിയേറ്റ് പീസ് റേറ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള മൂവ്മെന്റ്സുകൾ നടക്കുമ്പോൾ കുറച്ച് സമയം മതിയോ, അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്, അങ്ങനെ ഇവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഡിഫറൻഷിയേറ്റ് പീസ് റേറ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ ആണ്. ഇത് മാനേജ്മെന്റിന്റെ വലിയ വലിയ ടാസ്കുകളിൽ, അതായത് ഓരോ വർക്കേഴ്സിനും മാത്രമായിട്ട് ചെയ്യാൻ പറ്റാത്ത വലിയ ടാസ്കുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ വരുന്നത്. ഇത് പൊതുവെ ചോദിച്ച് കാണാറില്ല. നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഒന്ന് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, പിന്നെ വരുന്നത് ഡിഫറൻഷിയേറ്റ് പീസ് റേറ്റ് സിസ്റ്റം ആണ്. ഇത് രണ്ടുമാണ് കൂടുതലും ചോദിച്ചു കാണുന്നത്. അതായത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന ഐഡിയ ആരാണ് കൊണ്ടുവന്നത്, ഡിഫറൻഷിയേറ്റ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഐഡിയ ആരാണ് കൊണ്ടുവന്നത്, ഇങ്ങനെയാണ് ഇതിന് മുൻപിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നത്. ബാക്കിയൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ. ഇനി ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ FW ടൈലറിന്റെ ബുക്കുകളുടെ പേര്, ഇതിൽ 2 എണ്ണമാണ് സെറ്റിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളത്, വർഷം സ്കിപ്പ് ചെയ്താലും ബുക്കിന്റെ പേര് പഠിക്കാതിരിക്കരുത്. പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളതും എ പീസ് റേറ്റ് സിസ്റ്റം എന്നുള്ളതും FW ടൈലറിന്റെ ബുക്കാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ബാക്കി 2 എണ്ണം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളൊന്ന് വായിച്ചു വിട്ടേര്, നമുക്കറിയത്തില്ലല്ലോ ഏത് ബുക്കിന്റെ പേരാണ് ചോദിക്കുന്നത് എന്നുള്ളത്. സോ അതൊന്ന് വായിച്ചു വിട്ടേക്കുക. അപ്പൊ ഇത്രയുമാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഒന്ന് സമ്മപ്പ് ചെയ്യാം. ആദ്യമായിട്ട് പറഞ്ഞു, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ
അണ്ടറിൽ വരുന്ന ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിയറി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ തിയറിയെ നമ്മൾ ടൈലറിസം എന്നാണ് വിളിക്കുന്നത്. പക്ഷെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന ടേം കോയിൻ ചെയ്തത് ലൂയിസ് ബ്രാൻഡീസ് ആണ് 1910. ആൻഡ് സയന്റിഫിക് മാനേജ്മെന്റിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തത് FW ടൈലർ ആണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് FW ടൈലർ ആണ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ഷൻ, ഉൽപാദനവും കാര്യക്ഷമതയും കൂട്ടുക എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ആൻഡ് FW ടൈലർ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ പേര് മെന്റൽ റെവല്യൂഷൻ എന്നാണ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റും വർക്കേഴ്സും അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡിൽ കൊണ്ടുവരുന്ന ചേഞ്ചിനെയാണ് മെന്റൽ റെവല്യൂഷൻ എന്ന് ടൈലർ വിളിക്കുന്നത്. സയന്റിഫിക് മാനേജ്മെന്റിന് 4 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. സയൻസ്, ട്രെയിനിങ്, കോഓപ്പറേഷൻ, ഡിവിഷൻ ഓഫ് വർക്ക്. ദെൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ആണ്. ഒന്നാമത്തേത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ആൻഡ് ഒരു വർക്ക് 8 ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടാകും. അതിൽ പ്ലാനിംഗ് ഓഫീസറിന്റെ അണ്ടറിൽ വരുന്നത് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിൻ ഓഫീസർ എന്നിവരാണ്. പ്രൊഡക്ഷൻ ഓഫീസറിന്റെ അടിയിൽ വരുന്നത് ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ എന്നിവരാണ്. ഇനി രണ്ടാമത്തേത് മോഷൻ സ്റ്റഡി ആണ്. മോഷൻ സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഒരു വർക്കർ നടത്തുന്ന ബെസ്റ്റ് സെറ്റ് ഓഫ് മോഷൻസിനെയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റാൻഡേർഡ് ടൈമിനെയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ടൈം സ്റ്റഡിയും മോഷൻ സ്റ്റഡിയും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. ദെൻ എക്സെപ്ഷണൽ പ്രിൻസിപ്പിൾ ആണ്. എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലാർജ് ഡെയിലി ടാസ്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എക്സെപ്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. 2 പ്രധാനപ്പെട്ട ബുക്കുകൾ ഓർത്ത് വെക്കുക, പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റും എ പീസ് റേറ്റ് സിസ്റ്റവും. ബാക്കി ഷോപ്പ് മാനേജ്മെന്റ്, ആർട്ട് ഓഫ് കട്ടിംഗ് മെറ്റൽസ് ഇതുവരെ സെറ്റിന് ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1-ാമത്തെയും 4-ാമത്തെയും ബുക്കുകളുടെ പേര് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? ഇതില് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയെ കുറിച്ച് ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്, അതായത് ഐഡിയ വെച്ചിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ചോദിച്ചത് അത്രയും സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ ആയോ? എന്നാൽ ഞാൻ എക്സ്പെക്റ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ ആൻസർ. 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ഇത് 3 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ, അതായത് ഓപ്ഷൻസ് മാറ്റിയിട്ട് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ ഈ ക്വസ്റ്റ്യൻ 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? മാക്സ് വെബർ, ഹെൻറി ഫയോൾ, FW ടൈലർ, എൽട്ടൺ മായോ. ഇതിലാരായിരിക്കും ആൻസർ? ഓക്കെ, സി ആണല്ലേ? സി ആണ് ആൻസർ. കറക്റ്റ് ആണ്, FW ടൈലർ ആണ് ആൻസർ. 2-ാമത്തേത്, ദ ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് വാസ് റിട്ടൺ ബൈ. ഇതൊരു PYQ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ്? മാക്സ് വെബർ, ഹെൻറി ഫയോൾ, FW ടൈലർ, ചെസ്റ്റർ ബെർണാഡ്. ഇതിൽ ആരാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസേഴ്സ് പോരട്ടെ. ഓക്കെ, സി ആണല്ലേ? FW ടൈലർ ആണ് ആൻസർ വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്?
താഴെ പറയുന്നവയിൽ ഏതാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ അല്ലാതെ വരുന്നത്? ഇത് ആക്ച്വലി നമ്മുടെ നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുണ്ട്. ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ ഇത് ഒന്നുകൂടി പറയും, അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ഓപ്ഷൻ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, രണ്ടാമത്തേത് ഹാർമണി നോട്ട് ഡിസ്കോർഡ്, സി യൂണിറ്റി ഓഫ് കമാൻഡ്, നാലാമത്തേത് കോ ഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഇത് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് എന്ന് പറഞ്ഞ് 4 പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടേം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോ ഓപ്പറേഷൻ ആണ് നമ്മളിവിടെ ഹാർമണി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. സയൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഹാർമണി ആണ് കോ ഓപ്പറേഷൻ. ട്രെയിനിങ് ഉണ്ട്. പിന്നെ ഏതായിരുന്നു ഉണ്ടായിരുന്നത്? 4 അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏതാ ആൻസർ അല്ലാത്തത്? പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അല്ലാത്തത് ഏതാ? യൂണിറ്റി ഓഫ് കമാൻഡ് ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ആര് കൊണ്ടുവന്ന ഐഡിയ ആണെന്ന് അറിയാമോ? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ആരുടെ ഐഡിയ ആണ്? എനി ഐഡിയ? നമ്മുടെ ക്ലാസിക്കൽ തിയറിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി ഫയോളിന്റെ ഐഡിയ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് തിയറിയിൽ പഠിക്കും, അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതില് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അല്ലാത്തത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണെന്ന് ഓർത്തു വെക്കുക. Then next, the time and motion study was mainly developed by. എളുപ്പമാണ് അല്ലേ? ടൈം ആൻഡ് മോഷൻ സ്റ്റഡി കൊണ്ടുവന്നിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആരാണ്? ടൈം ആൻഡ് മോഷൻ സ്റ്റഡി കൊണ്ടുവന്നത് ആരാ? അപ്പൊ നമ്മൾ ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളത് കൊണ്ട് FW ടൈലർ ആണെന്ന് നമുക്കറിയാം അല്ലെ. പേരിൽ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഫെഡറിക് വിൻസ്ലോ ടൈലർ എന്നാണ്. FW ടൈലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അടുത്ത ക്വസ്റ്റ്യനും ഡയറക്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്? അതിന് ഞാൻ പറയുന്നില്ല, FW ടൈലർ തന്നെയാണ്. ഇനി ഇത് നിങ്ങൾ പറയുക. സയന്റിഫിക് മാനേജ്മെന്റ് മെയിൻലി എയിംസ് അറ്റ്. ഒന്നാമത്തേത് സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് വർക്കേഴ്സ്, ഇൻക്രീസിംഗ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി, ഇൻഫോർമൽ റിലേഷൻസ്, പൊളിറ്റിക്കൽ കൺട്രോൾ. ഇതിൽ ഏതാണ് സയന്റിഫിക് മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നത്? ഓക്കെ, ബി ആണ് അല്ലെ. ഇൻക്രീസിംഗ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി കറക്റ്റ് ആണ് കേട്ടോ. ഇൻക്രീസിംഗ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസെപ്റ്റ് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടൈലർ ആണ് അല്ലെ. അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ഇവിടെ നോക്കിക്കേ, സയന്റിഫിക് മാനേജ്മെന്റ് എംഫസൈസസ് എന്ന് വെച്ചാൽ സയന്റിഫിക് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ഒന്നാമത്തേത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, വർക്കർ സൈക്കോളജി, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക്, ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് എംഫസൈസസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, വർക്കർ സൈക്കോളജി, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക്, ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. ഏതാണ് ആൻസർ? ഏതായിരിക്കും വരുന്നത്? ആൻസർ അറിയാവോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തു, തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. സി പറയുന്നുണ്ട്. പിന്നെ എല്ലാരും സി ആണല്ലേ പറയുന്നത്. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക് ആണ്. കാരണം നമ്മൾ എന്താ പറഞ്ഞത്? ഡിവിഷൻ ഓഫ് വർക്ക് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വർക്കറിനും മാനേജ്മെന്റിനും ബേർഡൻ ആവാത്ത രീതിയിലുള്ള ഈക്വൽ ആയിട്ടുള്ള ഡിവിഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നതല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക് ആണ് സയന്റിഫിക് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Which thinker criticized scientific management for ignoring human factors? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് തിങ്കർ ആണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിക്ക് ഒരു ക്രിറ്റിസിസം കൊടുത്തിരിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സയന്റിഫിക് മാനേജ്മെന്റ് തിയറി മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ഫാക്ടേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയെ ക്രിട്ടിസൈസ് ചെയ്ത തിങ്കർ ആരാണ്? ഒന്നാമത്തേത് എൽട്ടൺ മായോ, മാക്സ് വെബർ, ഹെൻറി ഫയോൾ, വുഡ്രോ വിൽസൺ. ഇതിൽ നിങ്ങൾക്ക് ആരെ കട്ട് ചെയ്യാം? അങ്ങനെ നോക്കുക. ഇനിയിപ്പം ഓപ്ഷനിൽ കൃത്യമായിട്ട് അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ആരെ ഇതിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ? കാരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ തുടക്കക്കാരനായിട്ടാണ് നമ്മൾ വുഡ്രോ വിൽസനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റിനകത്ത് വുഡ്രോ വിൽസൺ ക്രിട്ടിസൈസ് ചെയ്യാൻ വരത്തില്ല എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ബാക്കി 3 പേരിൽ ആരാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഇനി ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏതാണ്? ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ? ഡി അല്ല. അപ്പൊ എ ആണോ, ബി ആണോ, സി ആണോ? ബി. എല്ലാരും ബി. എ. ഓക്കെ, മഞ്ജു പറഞ്ഞത് കറക്റ്റ് ആണ്. എൽട്ടൺ മായോ ആണ് ആൻസർ കേട്ടോ. കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഹോത്തോൺ എക്സ്പെരിമെന്റ്സ്, ഹ്യൂമൻ റിലേഷൻസ് തിയറി ഒക്കെ കൊണ്ടുവന്നത് ആരാ? എൽട്ടൺ മായോ അല്ലേ? ഹ്യൂമൻ റിലേഷൻസ് തിയറിക്കകത്ത് ഹ്യൂമൻ ഫാക്ടേഴ്സിനല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് എൽട്ടൺ മായോ ആണ്. ഓക്കെ ആണല്ലോ? ഇനി വരുന്നത് ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ഏത് തിയറിയുമായി അസോസിയേറ്റ് ചെയ്ത് നിലനിൽക്കുന്നതാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി? സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ഈസ് മെയിൻലി റിലേറ്റഡ് ടു ബിഹേവിയറൽ തിയറി, ക്ലാസിക്കൽ ഓർഗനൈസേഷണൽ തിയറി, സിസ്റ്റംസ് തിയറി, ഡിസിഷൻ തിയറി. ഇതിൽ ഏത് തിയറി ആയിരിക്കും? നമ്മൾ ഇത്രയും നേരം ഇത് പറഞ്ഞ സമയത്ത് ഒരു വാക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ലേ? ഏത് വാക്കാ പറഞ്ഞത്? ഓർഗനൈസേഷൻ ഇങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ ഇത് തുടക്കത്തിലുള്ള ഒരു തിയറി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തുടക്കത്തിലുള്ളത് ക്ലാസിക്കൽ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പാടില്ലേ? നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്താൽ മതി. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ക്ലിയർ ആയോ? ഇത്രയുമാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ രണ്ടാമത്തെ തിയറി, അതായത് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന തിയറിയാണ് ക്ലാസിക്കൽ തിയറി. ഇതിനകത്താണ് നമ്മൾ ഹെൻറി ഫയോളെ, എം പി ഫോളറ്റ് ഒക്കെ പഠിക്കുന്നത് കേട്ടോ. ലൂതർ ഗള്ളിക്കൊക്കെ ഇല്ലേ, അവരെയൊക്കെ പഠിക്കുന്നത് നമ്മൾ ഈ ഒരു തിയറിക്കകത്താണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് തുടങ്ങി വെക്കാം. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഈ ക്ലാസിക്കൽ തിയറി 28th സെഞ്ചുറിയിലാണ് എമർജ് ചെയ്ത് വരുന്നത്. 20ാം നൂറ്റാണ്ടിലാണ് ക്ലാസിക്കൽ തിയറി എമർജ് ചെയ്ത് വരുന്നത്. പ്രധാനമായിട്ടും ഫോർമൽ ഓർഗനൈസേഷൻ, ഡിവിഷൻ ഓഫ് ലേബർ, ഹൈറാർക്കി, എഫിഷ്യൻസി, ഇതിനൊക്കെയാണ് ക്ലാസിക്കൽ തിയറി ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം, ജോലികൾ വർക്കേഴ്സിനിടയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിലായിരിക്കണം ഓർഗനൈസേഷൻ പ്രവർത്തിക്കേണ്ടത്, എഫിഷ്യൻസി ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ ക്ലാസിക്കൽ തിയറിയുടെ പ്രത്യേകതകളാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഈ ക്ലാസിക്കൽ തിയറിയാണ് ഒരു ഇക്കണോമിക് റിവാർഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ സാലറി കൂടുതൽ കിട്ടുന്നത് ഇല്ലെങ്കിൽ ഇൻസെന്റീവ്സ് കൂടുതൽ എവിടെ കിട്ടുന്നോ അവിടേക്ക് മനുഷ്യൻ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇക്കണോമിക് റിവാർഡ് കൂടുതൽ കൊടുക്കുന്നിടത്തായിരിക്കും കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാകുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ക്ലിയർ ആയോ? 20ാം നൂറ്റാണ്ടിലാണ് ക്ലാസിക്കൽ തിയറി എമർജ് ചെയ്തു വരുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഫോർമൽ ഓർഗനൈസേഷൻ, ഡിവിഷൻ ഓഫ് ലേബർ, ഹൈറാർക്കി ആൻഡ് എഫിഷ്യൻസി. ആൻഡ് ഈ ഒരു ഐഡിയ പറയുന്നത് അനുസരിച്ചിട്ട് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ ഇക്കണോമിക് റിവാർഡ്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ബാക്കി പറയട്ടെ. ഇതിന്റെ ഫസ്റ്റ് തിങ്കർ ആയിട്ട് പറയുന്നത് ഹെൻറി ഫയോൾ ആണ്. ഈ ഹെൻറി ഫയോളിനെയാണ് ഫാദർ ഓഫ് ക്ലാസിക്കൽ തിയറി എന്ന് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് FW ടൈലർ ആണ്. ഫാദർ ഓഫ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. അപ്പോൾ ക്ലാസിക്കൽ തിയറിയുടെ ഫാദർ ആണ്. ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിഫറൻസും ഇല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഹെൻറി ഫയോൾ. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഹി ഡിഡ് നോട്ട് മേക്ക് എനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഒന്നാമതായിട്ട് അദ്ദേഹമാണ് ക്ലാസിക്കൽ തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിസ്റ്റിങ്ഷൻസും ഇല്ല എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ഹെൻറി ഫയോൾ. ഇനി അദ്ദേഹം ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് 6 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം, മെന്റലി സ്ട്രോങ് ആയിരിക്കണം, മോറലി കറക്റ്റ് ആയിരിക്കണം, ജനറൽ എഡ്യൂക്കേഷൻ ഉണ്ടാവണം, സ്പെഷ്യൽ നോളജ് ഉണ്ടാവണം, എക്സ്പീരിയൻസ് ഉണ്ടാവണം. അപ്പം 6 ക്വാളിറ്റീസ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടാവണം. ഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ ജോലിയെല്ലാം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടാവണം. അതായത് ഇപ്പൊ വെയിറ്റ് ഒക്കെ എടുക്കേണ്ടി വന്നാൽ വെയിറ്റ് എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജോലികൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് പ്രാപ്തരായിരിക്കണം. അത്തരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാവണം. മെന്റൽ ക്വാളിറ്റീസ് ഉണ്ടാവണം. അതായത് നമ്മൾ മെന്റലി സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ്, മെന്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കുന്ന ആളാവാൻ പാടില്ല. പിന്നെ മോറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനോട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് എത്തിക്കൽ കൺസിഡറേഷൻസ് ഉണ്ട്. അപ്പോൾ ആ എത്തിക്കൽ കൺസിഡറേഷൻസ് പാലിക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ കറപ്റ്റഡ് ആവാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്പോൺസിബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ കറപ്റ്റഡ് ആവാൻ പാടില്ല. ദെൻ ജനറൽ എഡ്യൂക്കേഷൻ ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ, അതായത് ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു സാധാരണയായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ട ധാരണകളൊക്കെ ആ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. പിന്നെ സ്പെഷ്യൽ നോളജ്, അതായത് ഓരോ വർക്കേഴ്സിനും നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ ആണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് മേഖലയിലാണോ ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ അപ്പോയിന്റ് ചെയ്ത മേഖലയിലുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ടെക്നിക്കൽ സെഷൻസുകളാണെങ്കിൽ ആ ടെക്നിക്കലി അവര് നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സ്പീരിയൻസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ടാണ് പറയുന്നത്. നമ്മളാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് എന്താ, ഫ്രഷർ ആണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടോ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഓർഗനൈസേഷൻ കുറച്ചുകൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നോർമലി പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹെൻറി ഫയോൾ പറയുന്നുണ്ട്. സോ 6 ക്വാളിറ്റീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ, മോറൽ, ജനറൽ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് വരുന്നത്. ഇത് പൊതുവെ എക്സാമിന് ചോദിക്കും. ഇത് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. ഇതിന്റെ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അതിന് നിങ്ങൾ POCCC എന്ന് പഠിച്ചാൽ മതി. അത് PO 3C
POCCC എന്ന് പഠിച്ചാൽ മതി. അതായത് ഹെൻറി ഫയോളിന്റെ അഭിപ്രായത്തിൽ ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ എന്തൊക്കെയാണ്. സോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അവിടെ ഒരു ടാസ്ക് നടക്കുമ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ട 5 പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് അദ്ദേഹം ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്ന പ്ലാനിങ്. അതായത് ഒരു ഇഷ്യൂ വരുന്നു, ഇല്ലെങ്കിൽ ഒരു ടാസ്ക് വരുന്നു, ആ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയായിരിക്കണം നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം. രണ്ടാമത്തേത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തേത് അത് ജോലി ചെയ്യേണ്ട വർക്കേഴ്സ് ഉണ്ടല്ലോ, ആ വർക്കേഴ്സിന് കൃത്യമായിട്ടുള്ള കമാൻഡ് നൽകുക, ഇല്ലെങ്കിൽ ആ ജോലി ഇങ്ങനെ ചെയ്യുക, ആ വർക്ക് ഇങ്ങനെ ചെയ്യുക എന്നുള്ള രീതിയിൽ കമാൻഡിങ് നല്ല രീതിയിൽ നടത്തുക. ഇനി കമാൻഡിങ് നടത്തിയ മാത്രം പോരാ, അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി കൺട്രോളിങ് ചെയ്യണം. ദെൻ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണം. ഇങ്ങനെ 5 എലമെന്റ്സ് ആണ് ഹെൻറി ഫയോൾ പറയുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ്. POCCC എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, അപ്പം തെറ്റത്തില്ല. പിന്നെ സിയിൽ മാറ്റം ഉണ്ടാവരുത്. കമാൻഡിങ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണേ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. ഓക്കെ, ഇനി വരുന്നത് ഈ ഹെൻറി ഫയോൾ തന്നെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു 14 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ച് കാണാറില്ല. എന്നിരുന്നാലും ഒന്ന് വായിച്ചു വെച്ചേക്ക്. ഇപ്പം ഈ ഒരു പോയിന്റ് കണ്ടോ, യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മളുടെ സയന്റിഫിക് മാനേജ്മെന്റിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചത് യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലേ? ഇങ്ങനെ ചിലപ്പോൾ ഈ ഓപ്ഷൻസിൽ നമുക്ക് തരാം. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇത് ഹെൻറി ഫയോളിൻ്റെതാണ് എന്ന് മനസ്സിലാക്കാനെങ്കിലും നമുക്കിത് ഉപകരിക്കും. ഇൻ കേസ് ഇത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. 14 പ്രിൻസിപ്പിൾസ് ആണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക്, ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ, സ്കേലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ് ഡി കോർപ്പ്. അതൊരു ഫ്രഞ്ച് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണെന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾ തമ്മിൽ, വർക്കേഴ്സ് തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാവണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം, ഇല്ലെങ്കിൽ വർക്ക് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷന്റെ അതോറിറ്റീസിനെ വിളിക്കുന്ന പേരാണ് അല്ലേ? ക്ലിയർ ആയോ? 14 പ്രിൻസിപ്പിൾസ് വായിച്ചു വിടുക. കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ വർക്കാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു അല്ലെ? ഈ 3 വർക്കുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3 ചോദിക്കും. ഇനി ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതി പഠിച്ചു. ഈ ഇങ്ങനെയുള്ള തിങ്കേഴ്സിന്റെ ഒക്കെ വർക്ക് ചോദിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വർക്കുകളും അവയുടെ ഓതറിന്റെ പേരും പഠിക്കുക. ഇയർ പഠിക്കണ്ട, ജസ്റ്റ് വർക്കും ഓതറിന്റെ പേരും പഠിക്കുക. ഇയർ നോക്കി പൊതുവെ ചോദിക്കാറില്ല, അതുകൊണ്ട് വർക്കിന്റെ പേരും ഓതറിന്റെ പേരും പഠിച്ചു വെക്കുക. ഹെൻറി ഫയോളിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, ദ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഓഫ് സ്റ്റേറ്റ്. ഇങ്ങനെ 3 ബുക്കുകളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളായിട്ട് പറയുന്നത്. ഈ 3 എണ്ണത്തിന്റെ പേരും പഠിച്ചു വെക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ക്ലാസിക്കൽ തിയറിയിൽ ഹെൻറി ഫയോളിന്റെ പാർട്ട് ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ഈ ഒരൊറ്റ ടോപ്പിക് കൂടെ പറയട്ടെ, ഗള്ളിക്കിനെയും കൂടെ പറയട്ടെ. അത് ചെറിയൊരു ടോപ്പിക്, ഓൾറെഡി നമ്മൾ പറഞ്ഞതാ.
ഓക്കെ ആണല്ലോ? ഓക്കെ, രണ്ടാമതായിട്ട് ക്ലാസിക്കൽ തിയറിയുടെ എക്സ്പോണൻസ് ആയിട്ട് പറയുന്നത് ഗള്ളിക് ആൻഡ് ഉർവിക് ആണ്. 1937 ഗള്ളിക് ആൻഡ് ഉർവിക് പേപ്പേഴ്സ് ഓൺ ദ സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ നടത്തിയിരുന്നു. ആ പബ്ലിക്കേഷനോട് കൂടിയാണ് ക്ലാസിക്കൽ തിയറി അതിന്റെ ഹയസ്റ്റ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പീക്ക് പോയിന്റിലേക്ക് എത്തിച്ചേരുന്നത്. ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്ന വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മാറുന്നത് 1937 ഗള്ളിക് ആൻഡ് ഉർവിക് പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ഓൺ ദ സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. അതായത് നമ്മൾ ഹെൻറി ഫയോളിന്റെ കുറച്ച് ഐഡിയാസ് ഉണ്ടല്ലോ, ആ ഐഡിയാസിനെ ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ഗള്ളിക് ആൻഡ് ഉർവിക് തങ്ങളുടെ ഐഡിയാസ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു 4P ഫോർമുലയെ കുറിച്ച് പറയുന്നുണ്ട് ലൂതർ ഗള്ളിക്. അത് എന്താണെന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ആ പേരുകൾ പഠിച്ചു വെക്കുക. പർപ്പസ്, പ്രോസസ്, പേഴ്സൺ, പ്ലേസ്, ഇതാണ് ഓർഡർ എന്നതുകൂടി പഠിച്ചു വെക്കണം കേട്ടോ. 4P, 4P ആണ് ഒരു ഓർഗനൈസേഷന്റെ ബേസ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. പ്രോസസ് എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരാണ് അതിന്റെ വക്താക്കൾ. ഇല്ലെങ്കിൽ നാലാമത്തെ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? പർപ്പസ്, പ്രോസസ്, പേഴ്സൺ, പ്ലേസ്, 4 പീസ് ആണ് ഒരു ഓർഗനൈസേഷനിൽ ഉള്ളതെന്നാണ് ലൂതർ ഗള്ളിക് പറയുന്നത്. 4P ഫോർമുല എന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതും. 4P ഫോർമുല ഇൻ ഓർഗനൈസേഷൻ വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഡാഷ് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലെങ്കിൽ ചോദിക്കാം എന്താണ് 4P എന്നുള്ളത്, എന്നിട്ട് ഓപ്ഷൻസ് തരുമ്പോൾ തെറ്റിച്ച് തരാം. അപ്പം അത് ചൂസ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ അത്രേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നില്ല. പർപ്പസ്, പ്രോസസ്, പേഴ്സൺ, പ്ലേസ്, ഇതാണ് 4P എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ലൂതർ ഗള്ളിക്കിന്റെ 7 എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ്. പോസ്റ്റ് കോർബ് ആണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലേ? സോ അതിന് കൂടുതൽ പറയണമെന്ന് തോന്നുന്നില്ല. ഇനി ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. 1943 ഊർവിക്ക് വേറൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ദ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഈ ഒരു ബുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വളരെ പ്രധാനപ്പെട്ട ബുക്കാണ്. ഇതിനകത്ത് അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ട 29 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ബുക്കിന്റെ പേരും ഓതറിന്റെ പേരും ഒന്ന് ഓർത്ത് വെക്കുക. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഊർവിക് ആണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഇന്ന് പറഞ്ഞ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയും ക്ലാസിക്കൽ തിയറിയിലെ ഹെൻറി ഫയോളും ലൂതർ ഗള്ളിക് ആൻഡ് ഊർവിക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.